അപ്പൊ അത് അവസാനിച്ചു, എന്നേക്കുമായി അവസാനിച്ചു. അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? പ്രിയങ്കയോട് എത്രയും പെട്ടെന്ന് ഇവിടെ എത്താൻ പറ. അമ്മ വിളിക്കേ. അവസാനം സംസാരിച്ചപ്പോ എല്ലാരോടും നല്ല രീതിയിലല്ലേ അവള് പെരുമാറിയത്. അവള് വരും അമ്മേ, വിളിക്കേ. അവള് ചിലപ്പോ നല്ല ഉറക്കമായിരിക്കും, അത് ഫോൺ എടുക്കാത്തത്. കുറച്ചു കഴിഞ്ഞ് ഒന്നുകൂടി വിളിച്ചു നോക്കാം. അമ്മേ, കണിമംഗലത്തെ വേറെ ആരെങ്കിലും വിളിച്ചാലോ? പ്രിയെ വിളിച്ചുണർത്താൻ പറയാലോ? നേരം പുലർന്നില്ലല്ലോ മോളെ, അവരെല്ലാവരും ഉറങ്ങുമായിരിക്കും. കുറച്ചുകൂടി നേരം വിളിക്കട്ടെ, എന്നിട്ട് എന്താ മാർഗമെന്ന് നമുക്ക് നോക്കാം. ഹൈദരാബാദിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അവൾ എങ്ങനെയാടി നിന്റെയൊക്കെ ഫോൺ എടുക്കുന്നത്? അവള് നിങ്ങളെ വിളിക്കില്ല, പക്ഷേ എന്നെ വിളിക്കും. അമ്മേ, എത്രയും പെട്ടെന്ന് അവളെ കാണണമെന്നല്ല അച്ഛൻ പറഞ്ഞേ. അച്ഛന്റെ ആഗ്രഹം നമുക്ക് നടത്തിക്കൊടുത്തല്ലേ പറ്റൂ. ഞാൻ വരണ്ട, അമ്മയൊന്ന് വിളിക്കട്ടെ. മോളെ, നീ ഒന്നും ഉണ്ടാവില്ല, ഞാൻ വിളിച്ചോളാം. പ്രിയങ്ക പിന്നെ എവിടെ പോയി? ഏട്ടാ, എനിക്ക് തോന്നുന്നത് പ്രിയങ്ക പേടിച്ചിറങ്ങി പോയിട്ടുണ്ടാവുന്ന. ഇന്നലെ വരുൺ എല്ലാവരും കേൾക്കല്ലേ പറഞ്ഞത്, അവളെ പച്ചയ്ക്ക് കത്തിച്ച് കൊന്നുകളയുന്നു. അവനങ്ങനെ പറഞ്ഞൂന്ന് വെച്ച് അങ്ങനെ ചെയ്യണമെന്നുണ്ടോ ചന്ദ്രശേഖര? ദേഷ്യം വരുമ്പോ നീയും നിന്റെ മകനും പലതും വിളിച്ചു പറയാറുണ്ടല്ലോ. പലരെയും കൊല്ലുമെന്ന് ഞാനും കേട്ടിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ കൊന്നിട്ടുണ്ടോ? നമ്മുടെ വരുൺ മോൻ അങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അത് കേട്ട് പ്രിയങ്ക പേടിച്ചിട്ടുണ്ടാവുന്ന ഞാൻ പറഞ്ഞു. പത്മിനി, നീ വരുണിനെ ഒന്ന് വിളിച്ചോണ്ട് വന്നേ. പരമേശ്വര, ഇനി ഇതിന്റെ പേരിൽ നീ അവനെ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കണ്ട. അവനൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് അവൻ പറയട്ടെ അമ്മേ. എന്തായാലും പ്രിയങ്കയെ കാണാനില്ല എന്നുള്ളത് സത്യം തന്നെയല്ലേ? എന്താ പ്രിയങ്ക ഇവിടെ കാണുന്നില്ല. ഇന്നലെ രാത്രിയിൽ നീയും പ്രിയങ്കയും തമ്മിൽ എന്തെങ്കിലും സംസാരം ഉണ്ടായോ? ഇന്നലത്തെ സംസാരത്തിന് ശേഷം ഞാൻ അവളെ കണ്ടിട്ടേ ഇല്ല.
നീ അവളെ കൊല്ലും എന്ന് പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്. എന്നിട്ട് നീ കൊന്നോ?